Okay, good afternoon all. Let's start. പാഠം 11 നമ്മൾ കംപ്ലീറ്റ് ആയി അല്ലേ? യെസ്. ഇനി 12ാമത്തെ ചാപ്റ്റർ. ഓക്കെ, എല്ലാവരും പേജ് നമ്പർ 51 ടെക്സ്റ്റ് ബുക്ക് എടുത്ത്. ഷിസ ആൻഡ് ഹന്ന റോസ് വീഡിയോ ഓൺ ചെയ്ത മോളെ. ഷിസ, മുഹമ്മദ് കെ ഷിസ വീഡിയോ ഓൺ ചെയ്യണം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. പാഠം 12. വിൽക്കാനുണ്ട് രോഗങ്ങൾ. അങ്ങനെ എവിടെയും കേട്ടോ നിങ്ങൾ? രോഗം വിൽക്കാനുണ്ട് പോലും. രോഗം അങ്ങനെ വിൽക്കാൻ പറ്റുമോ? പറ്റും. അതറിയില്ല. ഇപ്പൊ കൊറോണയിലും അങ്ങനെ ചെയ്യുന്നില്ലേ? കൊറോണ വന്നവർ ആരോടും പറയാതെ കൊറോണ ഇല്ലാത്തവരുടെ അടുത്ത് പോയാൽ കൊറോണ ആയില്ലേ? അങ്ങനെയല്ലേ വിൽക്കുന്നേ അല്ലേ? നമ്മൾ ജലദോഷവും കൊണ്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെയുള്ളവർക്കൊക്കെ ജലദോഷമായി, പനിയും കൊണ്ടുപോയാൽ പനിയായി അല്ലേ? അങ്ങനെയാണ് രോഗം വിൽക്കുന്നേ. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. സന്ധ്യാദീപങ്ങൾ പ്രകാശിച്ചു തുടങ്ങിയപ്പോഴാണ് അയാൾ ആ വീട്ടിലെത്തിയത് അല്ലേ? കുടുംബനാഥനായിരിക്കും. സന്ധ്യാദീപങ്ങൾ പ്രകാശിച്ചു തുടങ്ങിയപ്പോഴാണ്. സന്ധ്യാദീപം എന്ന് പറഞ്ഞാൽ അറിയോ? സന്ധ്യക്ക് കത്തിക്കുന്ന വിളക്ക് അല്ലേ? വിളക്ക് കത്തിച്ചപ്പോഴാണ് ഗൃഹനാഥൻ വീട്ടിലേക്ക് വന്നത്. ഓ, me. You have 6th class now? Yes. Actually, which subject you have? Malayalam. Miss 6th class-ലാണോ? Malayalam. Okay then. Okay. I will leave. 2:30 മിസ്സിന്റെ ക്ലാസ് ഉള്ളത്. അറിയില്ല. ഓക്കെ ഡിയേഴ്സ്, മിസ്സിന് ക്ലാസ് മാറിപ്പോയതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൃഹനാഥ കതകു തുറന്നിട്ട് പറഞ്ഞു, വേഗം അകത്തു കയറൂ അമ്മാവ. എന്താ മോളെ കുഴപ്പം? അയാൾ അമ്പരപ്പോട് ചോദിച്ചു. വാതിലടച്ച് ജനൽ കർട്ടനുകൾ വലിച്ചിട്ടുകൊണ്ട് ആ വീട്ടമ്മ മറുപടി നൽകി. ഹോ, ഒന്നും പറയണ്ട അമ്മാവ, ഇവിടെ മുഴുവൻ കൊതുകുകളാ, കുത്തിക്കൊല്ലുന്ന കൊതുകുകൾ. എന്താ സംഭവം? മൊത്തം കൊതുകാണ്. ഇപ്പൊ നിങ്ങളെ കൊതുക് ബാധിക്കാറുണ്ടോ? സന്ധ്യാസമയത്ത് ഒരു കൊതുകുണ്ടല്ലേ? നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ? ഈ പറഞ്ഞ അതേ സമയമാണ്, വിളക്ക് കത്തിച്ച് ഒരു 1/4 മണിക്കൂർ അല്ലേ, ആ ഒരു ടൈമിൽ നല്ല കൊതുകില്ലേ? പിന്നെ ഇല്ല അല്ലേ? പിന്നെ ഇവരെവിടെയാ പോകുന്നതെന്ന് ഒരു പിടിയില്ല. പിന്നെ അടുത്ത ദിവസമേ വരൂ. അന്നേരമാണ് അവരുടെ സന്ദർശന ടൈം. നമ്മളെയൊക്കെ കുത്തി നമ്മുടെയൊക്കെ ചോര ഊറ്റി കുടിച്ച് അല്ലേ, രോഗങ്ങളുള്ളവരുടെ ചോര എടുത്ത് രോഗമില്ലാത്തവർക്ക് കൊടുക്കും. എന്നിട്ട് അവർ പോയി സുഖമായിട്ട് പകൽ ഫുൾ കിടന്നുറങ്ങും. വീണ്ടും സന്ധ്യയാകുമ്പോൾ എണീറ്റ് വരും. പിന്നെ ഇതന്നെ പണി അല്ലേ? വേറെ ഒരു പണിയില്ല അവർക്ക്. അപ്പോൾ സന്ധ്യാദീപം പ്രകാശിച്ചു തുടങ്ങിയപ്പോഴാണ് അയാൾ ആ വീട്ടിലെത്തിയത്. അപ്പോൾ ഗൃഹനാഥ കതകു തുറന്നിട്ട് പറഞ്ഞു, വേഗം അകത്തു കയറൂ അമ്മാവ. എന്താ മോളെ കുഴപ്പം അല്ലേ? എന്തിനാ ഇത്ര തിടുക്കം? വേഗം കയറൂ അമ്മാവ എന്ന് പറയുമ്പോൾ അമ്മാവന് ടെൻഷനായി. എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞ്? ഓ, പ്രത്യേകിച്ചൊന്നുമില്ല. എന്താ? വാതിലും ജനൽ കർട്ടനുകളും ഒക്കെ ഇട്ടുകൊണ്ട് ആ വീട്ടമ്മ മറുപടി നൽകി. എന്താ പറഞ്ഞേ? ഓ, ഒന്നും പറയണ്ട അമ്മാവ, ഇവിടെ മുഴുവൻ കൊതുകുകളാണ്. കൊതുക് വേഗം റൂമിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ വാതിലടക്കാനായിരിക്കും ചിലപ്പം അല്ലേ? കൊതുക് ശല്യം ഇന്നെവിടെയും ഒരു ചർച്ചാ വിഷയമാണ്. പട്ടണങ്ങളിൽ മാത്രമല്ല, ഗ്രാമങ്ങളിലും സന്ധ്യ മയങ്ങുന്നതോടെ കൊതുക് പട്ടാളത്തിൻ്റെ പടയോട്ടം ആരംഭിക്കുകയാണ്. എന്താ പറഞ്ഞേ? കൊതുക് ശല്യം ഇന്നെവിടെയും ഒരു ചർച്ചാ വിഷയമാണ് അല്ലേ? ഇന്ന് എവിടെ നോക്കിയാലും കൊതുകായിരിക്കും. ചെറിയ മക്കളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നമ്മളവിടെ പോയി കഴിഞ്ഞാൽ കുട്ടീനെ മൊത്തം ഉണ്ടാവും അല്ലേ? കാണാറുണ്ടോ? ചുവപ്പ് നിറത്തിൽ മൊത്തം ഇങ്ങനെ കുരു പോലെ ഉണ്ടാവും. എന്താ? കൊതുക് കുത്തിയാണ്. കുട്ടിക്കൊക്കെ അത്രയ്ക്കല്ലേ വേണ്ടു അല്ലേ?
നിങ്ങൾ കുറച്ചും കൂടെ വലിപ്പമാകുമ്പോഴത്തേക്ക് അങ്ങനെയില്ല. ചിലവർക്ക് പക്ഷേ പെട്ടെന്ന് ഇതാവും. കൊതുക് കുത്തിക്കഴിഞ്ഞാൽ അവിടെ തടിച്ച് വരും. പിന്നെ അത് കുറേ സമയത്തേക്ക് ചൊറിച്ചിലും വരും അല്ലേ? ഭയങ്കര ഇറിറ്റേഷനാണ്. സന്ധ്യ മയങ്ങുന്നതോടെ കൊതുക് പട്ടാളത്തിൻ്റെ പടയോട്ടം ആരംഭിക്കും. ഇപ്പം മിസ് പറഞ്ഞ പോലെ തന്നെ അതൊരു പടയോട്ടം തന്നെയാണല്ലേ. അവരെവിടുന്നാ വരുന്നതെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. കൊതുകുകൾ ഭൂമിയിൽ നിവസിക്കാൻ തുടങ്ങിയിട്ട് 3 കോടി വർഷങ്ങളായി എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. എത്ര കോടി? 3 കോടി. എൻ്റെ അമ്മോ, അവര് ഈ ഭൂമിയിൽ വസിക്കാൻ തുടങ്ങിയിട്ട് 3 കോടി വർഷങ്ങളായി. അതൊരു എന്ന് പറയപ്പെടുന്ന ഒരു കണക്ക് അല്ലേ. ഇപ്പൊ കൊതുകുകളിൽ ആരും ബാക്കി ഉണ്ടാവില്ല. കൊതുകുകളോട് ഇപ്പൊ നമുക്ക് ചോദിക്കാനും പറയില്ല അല്ലേ. ശാസ്ത്രജ്ഞന്മാർ റിസർച്ച് നടത്തിയതിൻ്റെ ഭാഗമായി കണ്ടെത്തിയ ഒരു നിഗമനം. ചെറിയൊരു നെൽമണിയുടെ വലിപ്പം പോലും ഇല്ലെങ്കിലും മാരക രോഗാണുക്കളെ വഹിക്കുന്ന ഭീകര പ്രവർത്തകരാണ് കൊതുകുകൾ ചെയ്യുന്നത്. ഭീകര പ്രവർത്തനമാണ് കൊതുകുകൾ ചെയ്യുന്നത് അല്ലേ. കാണാൻ എത്രയേ ഉള്ളൂ, ഒരു നെൽമണിയുടെ അത്രയേ ഉള്ളൂ. പക്ഷേ അവർ ചെയ്യുന്ന പണിയോ ഭീകരന്മാർ തന്നെ അല്ലേ. അന്താരാഷ്ട്ര ഭീകരന്മാർ ചെയ്യുന്ന കാര്യമാണ് അവർ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, കാണാൻ എത്ര ചെറുതാണ് അവർ അല്ലേ. അവർ കുത്തിക്കഴിഞ്ഞ ഒരു വേദനയും പിന്നെ എന്താ ആ ഒരു ടൈമിൽ അവർ ചെയ്യുന്നത്, നമ്മളെ ശരീരത്തിലുള്ള രോഗാണുക്കളെ വലിച്ച് അല്ലേ പാവം പിടിച്ച ഏതെങ്കിലും ഒരു ശരീരത്തിലേക്ക് നിക്ഷേപിക്കും അല്ലേ. അതോടെ അവരും രോഗികളാകും. എന്തൊരു കഷ്ടാണല്ലേ സത്യത്തിൽ. ഡെങ്കിപ്പനിയൊക്കെ ഓക്കെ. കൊതുകുകൾ ഭൂമിയിൽ നിവസിക്കാൻ തുടങ്ങിയിട്ട് 3 കോടി വർഷങ്ങളായി എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ചെറിയൊരു നെന്മണിയുടെ വലിപ്പം പോലും ഇല്ലെങ്കിലും മാരക രോഗാണുക്കളെ വഹിക്കുന്ന ഭീകര പ്രവർത്തനമാണ് അവർ ചെയ്യുന്നത് അല്ലേ. മാരക രോഗാണുക്കളെയും വഹിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇപ്പോൾ വലിയ രോഗം പിടിച്ചിരിക്കുന്നത്, അതായത് എന്താ ഡെങ്കിപ്പനി പോലെ എയ്ഡ്സ് പോലെ എന്തെങ്കിലും ഒരു അസുഖം പിടിച്ചവരെ ആ കൊതുക് കുത്തി ആ രോഗം ഒരു പാവം പിടിച്ച മനുഷ്യനിലേക്ക് എത്തിക്കാൻ ഈ ഇത്തിരി പോന്ന കൊതുകിനെ കൊണ്ട് സാധിക്കും അല്ലേ. അതുകൊണ്ടാണ് ഭീകരന്മാർ എന്ന് പറയുന്നത്. ഭീകര പ്രവർത്തനമാണ് അവർ ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ അവിടെ ബോംബിട്ട് ഇവിടെ ബോംബിട്ട് വന്ന അന്താരാഷ്ട്ര ഭീകരന്മാർ ചെയ്യുന്നതിനേക്കാളും വലിയ ജോലി ഇവർ ചെയ്യുന്നത്. കാണാൻ ഇവർ എത്ര പേരെയുള്ളത് അല്ലേ. ഒരു നെന്മണിയുടെ വലിപ്പം പോലും ഇല്ല. സായി കൃഷ്ണയുടെ തല കാണാനേ ഇല്ലല്ലോ മോനെ. ആ ഫോണൊന്ന് എന്താ പറയുക സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചെന്ന വൃത്തി കാണും. മുഹമ്മദ് കെ റിഹാൻ, രണ്ടുപേർക്കും വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. റിഹാൻ വീഡിയോ ഓൺ ചെയ്തേ. രക്തക്കൊതി തീർക്കുന്നതിനിടയിൽ ഈ അണുക്കളെ ഇവ മനുഷ്യരിലേക്ക് കടത്തിവിടുന്നു. രക്തക്കൊതി തീർക്കുന്നതിനിടയിൽ, അതായത് അവർ ശരിക്കും എന്താ ചെയ്യുന്നേ, രക്തം ഊറ്റി കുടിക്കുകയാണ് അല്ലേ. അവരുടെ ഭക്ഷണമാണ് രക്തം അല്ലേ. മനുഷ്യന്മാരുടെ രക്തം ഊറ്റി കുടിക്കുന്ന ആ ഒരു രക്തക്കൊതി, ആ കൊതിയിൽ എൻ്റെ രക്തം കുടിക്കും, അപ്പുറം പോയി മറ്റു ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ രക്തം കുടിക്കുമ്പോൾ എൻ്റെ രക്തത്തിൽ എന്തെങ്കിലും അണുക്കൾ ഉണ്ടെങ്കിൽ അത് അവിടെയും പറ്റും. അത് എടുക്കുന്ന ആ ഒരു സമയം അവരിലേക്ക് അത് പ്രവേശിക്കുകയാണ് അല്ലേ. അപ്പോൾ രക്തക്കൊതി തീർക്കുന്നതിനിടയിൽ ഈ അണുക്കളെ ഇവ മനുഷ്യരിലേക്ക് കടത്തിവിടുന്നു. ആ സമയത്ത് നടക്കുന്ന ആ ഒരു പ്രോസസ്സ്. ഹന്നക്ക് എപ്പോഴും പാവക്കുട്ടിയുടെ ഒന്നിച്ചേ ഇരിക്കാൻ പറ്റുമോ? ചരിത്രത്തിലെ എല്ലാ യുദ്ധങ്ങളിലും കൂടി ഇന്നുവരെ മരിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ കൊതുകു ശല്യം കൊണ്ട് മരിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ ഈ ചരിത്രത്തിലെ എല്ലാ യുദ്ധങ്ങളിലും കൂടി ഇന്നുവരെ മരിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതലാണ് ഈ കൊതുകിൻ്റെ കടി കൊണ്ട്, അതായത് കൊതുക് ശല്യം കാരണം മാരക രോഗങ്ങൾ വന്ന് ജനങ്ങൾ മരിച്ചിട്ടുള്ളത്. മനസ്സിലായോ? അതിൻ്റെ കാഠിന്യം മനസ്സിലായോ? കൊതുക് എന്ന ഒരു ഭീകരന്റെ പ്രവർത്തനം നിങ്ങൾക്ക് മനസ്സിലായോ? ഏബൽ മനസ്സിലായോ? ഓക്കെ.
സ്വന്തം ശരീരത്തിൻ്റെ എത്രയോ ഇരട്ടി വലിപ്പമുള്ള ഇരകളെ ആക്രമിക്കാനുള്ള മാരകായുധങ്ങളുമായിട്ടാണ് കൊതുകിൻ്റെ പറക്കൽ അല്ലേ. അതിൻ്റെ ശരീരത്തിനേക്കാൾ എത്രയോ ഇരട്ടി വലിപ്പം. അതായത് കൊതുക് നമ്മൾ പറഞ്ഞു നെന്മണിയുടെ എത്രയേ ഇല്ലൂ. അപ്പോൾ നമ്മൾ മനുഷ്യർ അതിൻ്റെ എത്ര ഇരട്ടി വലിപ്പമുണ്ട് അല്ലേ, ഒന്ന് ഊഹിച്ചു നോക്കിയേ. അപ്പോൾ അവരെ ആക്രമിക്കാൻ അവരെ കയ്യിൽ അതിനു പറ്റിയുള്ള മാരകായുധങ്ങളുമായിട്ടാണ് അവരുടെ സഞ്ചാരം. വെറും കൈയോടെ ഒന്നല്ല, അവരെ കയ്യിൽ എപ്പോഴും മാരകായുധങ്ങളുണ്ട്. എന്താണ്, വടിവാളായിരിക്കോ, കത്തി, പിച്ചാത്തി അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കോ? ആണോ? ഷിസിയും സായി കൃഷ്ണയും ഒന്ന് എനിക്ക് വൃത്തി ഒന്ന് നിങ്ങളെ മുഖം കാണിച്ചു തന്നെ. ഇതെന്താ ഇങ്ങനെ? ആ ലാപ്പിൻ്റെ കുറച്ച് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചപ്പോൾ എന്ന വൃത്തി കാണും. റിഹാൻ എവിടെ? റിഹാൻ എന്താ വീഡിയോ ഓഫാക്കിയിരിക്കുന്നേ? റിഹാൻ എന്തിനാ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നേ? ഒന്നും പറയാനില്ലേ റിഹാൻ? അൺമ്യൂട്ടേക്കേ റിഹാൻ. എന്ത് മിസ് ചെയ്യുന്ന? എന്തിനാ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നേന്നാ ചോദിക്കുന്നേ? ക്ലാസ് അവിടെ തുറന്നു വെച്ച് വേറെ എന്തെങ്കിലും ഡ്യൂട്ടി ഏറ്റെടുക്കാമല്ലോ അല്ലേ? വീഡിയോ ഓഫ് ആകുമ്പോൾ ക്ലാസ് കഴിയുന്നത് വരെ ഇനി വീഡിയോ ഓഫ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സിറ്റ് പ്രോപ്പർലി. സ്വന്തം ശരീരത്തിൻ്റെ എത്രയോ ഇരട്ടി വലിപ്പമുള്ള ഇരകളെ ആക്രമിക്കാനുള്ള മാരകായുധങ്ങളുമായിട്ടാണ് കൊതുകിൻ്റെ പറക്കൽ. 2 കത്തികൾ, വലിയൊരു സിറിഞ്ച്, 2 അറക്കവാളുകൾ എന്നിവയെല്ലാം കയ്യിലുണ്ട്. എൻ്റെ അമ്മോ, എന്തൊക്കെയുണ്ട് കൊതുകിൻ്റെ കയ്യിൽ? 2 കത്തികൾ, പിന്നോ വലിയൊരു സിറിഞ്ച്, 2 അറക്കവാളുകളും ഉണ്ടല്ലോ. ആകെ വലിപ്പം എത്രയാ ഉള്ളത് കൊതുകിൻ്റെ? നെൽമണിയുടെ അത്രയും അല്ലേ. ആദ്യം വാളും കത്തിയും ഉപയോഗിച്ച് ജന്തുവിൻ്റെ തൊലിപ്പുറമേ ചെറിയൊരു ദ്വാരം ഉണ്ടാക്കും. ആദ്യം എന്താ ചെയ്യുക? കത്തിയും വാളും ഉപയോഗിച്ചിട്ട് ജന്തു മീൻസ് നമ്മൾ മനുഷ്യർ അല്ലേ, നമ്മളെ തൊലിപ്പുറത്ത് എന്ത് ചെയ്യും? ചെറിയൊരു ദ്വാരം ഉണ്ടാക്കും. ആ വാള് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കും. നല്ല പണിയുണ്ടല്ലേ കൊതുകിന്. പിന്നെ കൊമ്പ് ദ്വാരത്തിലൂടെ രക്തക്കുഴലിലേക്ക് താഴ്ത്തി ചോര വലിച്ചെടുക്കും. എൻ്റെ അമ്മോ, ആ സമയത്താണ് നമ്മൾ അറിയുന്നത് അല്ലേ. കൊതുക് സത്യത്തിൽ നമ്മുടെ ദേഹത്ത് വന്നിരുന്നാലൊന്നും നമ്മൾ അറിയില്ല ചില സമയങ്ങളിൽ. അതിങ്ങനെ ഈ പറയുന്ന പോലെ കത്തിയും വടിവാളൊക്കെ എടുത്ത് തൊലിയൊക്കെ മിനുസം ചെയ്ത് പിന്നെ ഈ സിറിഞ്ചൊക്കെ എടുത്തിട്ട് 2 കുത്തൊക്കെ കുത്തുമ്പോഴാണ് ആഹാ എന്ന് പറഞ്ഞിട്ട് ഒരു അടി അടിക്കും. അപ്പോഴത്തേക്ക് കൊതുക് ജീവനും കൊണ്ടുപോകും. ചിലപ്പോൾ അതവിടെ തന്നെ തീരും അല്ലേ. ചിലപ്പോൾ അവർ നമ്മളിലെ രോഗാണുക്കൾ എടുത്തിട്ട് അതങ്ങ് പറന്നിട്ടുണ്ടാവും വേറെ ഏതെങ്കിലും ഒരു ഭാഗ്യവാനി കൊണ്ടു കൊടുക്കാനല്ലേ. നിർഭാഗ്യവാനി അല്ലേ? ഭാഗ്യവാനാണോ? നിർഭാഗ്യവാനി അല്ലേ. 2 കത്തികൾ, വലിയൊരു സിറിഞ്ച്, 2 അറക്കവാളുകൾ എന്നിവയെല്ലാം കയ്യിലുണ്ട്. ആദ്യം വാളും കത്തിയും ഉപയോഗിച്ച് ജന്തുവിൻ്റെ തൊലിപ്പുറമെ ചെറിയൊരു ദ്വാരം ഉണ്ടാക്കും. പിന്നെ കൊമ്പ് ദ്വാരത്തിലൂടെ രക്തക്കുഴലിലേക്ക് താഴ്ത്തി ചോര വലിച്ചെടുക്കും. രക്തം ഊറ്റിയെടുക്കാൻ തുടങ്ങും മുമ്പേ അതിൻ്റെ ഉമിനീര് പുറത്തേക്കൊഴുക്കി വിടും. ആഹാ, ആദ്യം നമ്മളിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് എന്താ ചെയ്യുന്നറിയോ? അതിൻ്റെ ഉമിനീര് പുറത്തേക്ക് ഒഴുക്കി വിടും. അതെന്തിനാ? വേറെ ആരെങ്കിലും രക്തം അതിൻ്റെ ശരീരത്തിലുണ്ടാവും, അത് നമ്മളെ ശരീരത്തിലേക്ക് ആദ്യം നിക്ഷേപിക്കുകയാണ് അല്ലേ. മനസ്സിലായോ? ആദ്യം ജോസിയെ കുത്തിയ കൊതുകാണ് ഹന്നയുടെ അടുത്ത് പോകുന്നെങ്കിൽ ജോസിയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹന്നക്ക് കൊടുത്തതിന് ശേഷം ഹന്നയുടെ അടുത്ത് വലിച്ചു കുടിച്ചിട്ടായിരിക്കും ഗ്രേസിൻ്റെ അടുത്തേക്ക് പോവുക. മനസ്സിലായോ? ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഡയറക്റ്റ് ജോസിയുടെ അടുത്ത് അങ്ങ് പറന്നു പോവില്ല. അതിൻ്റെ ശരീരത്തിലുള്ള ആ രോഗാണുക്കൾ ആദ്യം ജോസിക്ക് കൊടുക്കും. അത് ആരുടെ ആയിരിക്കും? ഹന്ന റോസിൻ്റെ രോഗാണുക്കളായിരിക്കും. അത് ഹന്ന റോസിൻ്റെ ജോസിക്ക് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യും? ജോസിയുടെ രോഗാണുക്കളെല്ലാം വലിച്ചെടുത്തിട്ടായിരിക്കും ഗ്രേസിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ പിന്നെ ഗ്രേസിന് അത് കൊടുത്തതിന് ശേഷം ഗ്രേസിൻ്റെ അടുത്ത് പിന്നെ ആരുടെ അടുത്തേക്ക് പോകും? ലക്ഷ്മിപ്രിയയുടെ അടുത്തേക്ക് പോകും അല്ലേ. അത് പിന്നെ കറങ്ങി തിരിഞ്ഞ് ആവണി അതുലിൻ്റെ അടുത്തേക്ക് പോകും. പിന്നെ സനയുടെ അടുത്തേക്ക് പോകും. റിഹാൻ ലാസ്റ്റ് ആയിരിക്കും നമ്മുടെ മുഹമ്മദിൻ്റെ അടുത്തേക്ക് പോകും അല്ലേ. ഏബൽ ബിനോയ്, വേർ ഈസ് യു? ഫ്ലവറൊക്കെ കാണിച്ചു തരുന്നുണ്ടല്ലോ മിസ്സിനെ. വീഡിയോ ഓഫ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ കൊമ്പ് ദ്വാരത്തിലൂടെ രക്തക്കുഴലിലേക്ക് താഴ്ത്തി ചോര വലിച്ചെടുക്കും. രക്തം ഊറ്റിയെടുക്കാൻ തുടങ്ങും മുമ്പേ അതിൻ്റെ ഉമിനീര് പുറത്തേക്കൊഴുക്കി വിടും. ഈ ഉമിനീരിലൂടെയാണ് രോഗാണുക്കൾ രക്തത്തിൽ
കലരുന്നത്. ആ ഉമിനീരിലൂടെയാണ് രോഗാണുക്കൾ രക്തത്തിലേക്ക് പടരുന്നത് അല്ലേ? ഈ ഉമിനീരിലൂടെയാണ് രോഗാണുക്കൾ രക്തത്തിൽ കലരുന്നത്. ഉമിനീരിലെ രാസവസ്തുക്കൾ മൂലം കൊതുക് കടി നമുക്ക് ആദ്യമേ അറിയാൻ കഴിയില്ല. കണ്ടോ, ഇപ്പൊ കണ്ടോ? മിസ് ഫസ്റ്റ് പറഞ്ഞില്ലേ, നമ്മുടെ ശരീരത്തിൽ ആദ്യം കൊതുക് വന്നിരുന്നത് നമ്മൾ അറിയാത്ത എന്തുകൊണ്ടാ? ആദ്യം തന്നെ വന്ന ഉടനെ ഒരു ഉമിനീര്, അതായത് കൊതുകിന്റെ വായിലുള്ള ആ ഉമിനീര് നമ്മുടെ ശരീരത്തിലേക്ക് സ്പ്രെഡ് ചെയ്യും അല്ലേ? അപ്പൊ പിന്നെ നമ്മൾ അതൊരു അതിലുള്ള രാസവസ്തു നിമിത്തം നമ്മളത് അറിയില്ല എന്ന്. കൊതുക് അടിക്കുന്നത് നമ്മൾ അറിയേയില്ല. പിന്നെ അപ്പൊ അതിന് പണിയെടുക്കാൻ മരപ്പിച്ച് നമ്മൾ അടിക്കത്തില്ല അതിനെ. ഉമിനീര് വരുമ്പോ ഒരു രാസവസ്തു വരുമ്പോ നമ്മൾ അറിയാതെ വരുന്നത് എന്താ പറയാ, മരപ്പിച്ചത് പോലെയല്ലേ? നമ്മള് വേദന അറിയാതിരിക്കാൻ വേണ്ടി മരപ്പിക്കുന്ന പോലെയാണ്. സർജറി ഒക്കെ ചെയ്യുമ്പോ ആദ്യം ചെയ്യുമല്ലോ അല്ലേ? വേദന അറിയാതിരിക്കാൻ വേണ്ടി ചെയ്യുമല്ലോ. അത് തന്നെ, അത് ആ രാസവസ്തു അങ്ങ് തേച്ച് അങ്ങ് വിടും. എന്നിട്ടാകുമ്പോൾ കത്തിയും വടിവാളും ഒക്കെ എടുത്ത് പരിപാടി തുടങ്ങുന്നത്. പിന്നെ ഈ സിറിഞ്ച് അങ്ങോട്ട് വരിക്കും, ഇഞ്ചക്ഷൻ അങ്ങോട്ട് പോകുമ്പോൾ ഒരു വേദന, ആ ചെറിയൊരു വേദനയാണ് നമ്മൾ അറിയുന്നത്. അപ്പോഴത്തേക്ക് കാര്യമെല്ലാം കഴിഞ്ഞു അല്ലേ? രോഗാണുക്കളെയും തന്നു, നമ്മളെ ശരീരത്തിലുള്ള രോഗം അങ്ങ് വഹിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. രണ്ട് പരിപാടിയും തീർന്നു. അത് തീരുമ്പോഴേ നമ്മൾ അറിയുകയുള്ളൂ. അല്ല, കടിക്കാൻ കൊതുകിന് പല്ലുകൾ എവിടെ? കൊതുകിന് പല്ലെവിടെയാ ഉള്ളത്? നമ്മൾ പറഞ്ഞല്ലോ കൊതുക് കടിക്കുകയാണെന്ന്. കൊതുകിന് പല്ലുണ്ടോ? കടിക്കാൻ കൊതുകിന് പല്ലെവിടെയാ? അത് കുത്തുകയല്ലേ ചെയ്യുന്നത്. കൊതുക് കുത്തലി നമ്മൾ അധികം പറയൂല അല്ലേ? നമ്മൾ എന്താ പറയുന്നത്? എന്നെ കൊതുക് കടിച്ചു എന്നല്ലേ പറയൂ? അങ്ങനല്ലേ പറയൂ എന്ന് പലരും ചോദിച്ചേക്കാം. ശരിയാണ്, കൊതുകുകൾ കുത്തി തുളയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അത് കുത്തി തുളയ്ക്കുകയാണ് ചെയ്യുന്നത്. എങ്കിലും നാം കൊതുക് കടിക്കുന്നു എന്നേ പറയാറുള്ളൂ. കൊതുകിന്റെ മൂളിപ്പാട്ടും പ്രസിദ്ധമാണ്. നല്ല രസമല്ലേ കേൾക്കാൻ അല്ലേ? ഇപ്പൊ പറഞ്ഞ സന്ധ്യാസമയത്തും പിന്നെ രാവിലെ ഉണ്ടാവും ചില സമയങ്ങളിൽ. ഇപ്പോഴൊന്നുമില്ല, രാവിലെ നല്ലൊരു ഉറങ്ങുമ്പോഴത്തേക്കുണ്ട് നമ്മളെ പുതപ്പിന്റെ അല്ലെ ബ്ലാങ്കറ്റിന്റെ പുറത്തേക്ക് കൂടെ ഒരാൾ വന്നിട്ട് നല്ല പാട്ട് പാടുന്നത്. അതിനെ അങ്ങോട്ട് മാറ്റി വെച്ചാലും പിന്നെ ഉണ്ടാവും ആദ്യം പാടുന്നത്. ഇഷ്ടപ്പെട്ട രാഗാണോ കൊതുകിന്റെ പാട്ട്? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതിനു മുന്നേ? ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, ഗ്രേസ് കേട്ടിട്ടുണ്ട്, മിസ് ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട്, ആവണി കേട്ടിട്ടുണ്ട്, ഓക്കെ, എഡ്വിനും കേട്ടിട്ടുണ്ട്. ശരിക്കും നമുക്ക് ദേഷ്യം വരും അല്ലേ? വല്ലാണ്ട് വെറുപ്പ് വരും. നല്ലൊരു ഉറക്കം കിട്ടുന്ന സമയമായിരിക്കും, അപ്പോഴായിരിക്കും ഇതിന്റെ ഗാനമേള അല്ലേ? കൊതുകുകൾ കുത്തി തുളയ്ക്കുകയാണ് ചെയ്യുന്നതെങ്കിലും നാം കൊതുക് കടിക്കുന്നു എന്നേ പറയാറുള്ളൂ. കൊതുകിന്റെ മൂളിപ്പാട്ടും പ്രസിദ്ധമാണ്. പക്ഷേ അവ യഥാർത്ഥത്തിൽ പാടുകയാണോ? അവർ പാടുകയാണോ ചെയ്യുന്നത്? ഒരിക്കലുമല്ല. എന്താ? തേനീച്ചയുടെ മുരളൽ പോലെ കൊതുകുകളുടെ അതിവേഗത്തിലുള്ള ചിറകടിയുടെ ശബ്ദമാണ് നമുക്ക് മൂളിപ്പാട്ടായി അനുഭവപ്പെടുന്നത്. മനസ്സിലായോ? തേനീച്ചയുടെ മുരളൽ പോലെ ഈ കൊതുക് അതിവേഗത്തിൽ പറക്കുമ്പോൾ അതിന്റെ ചിറകടിക്കുന്ന ശബ്ദം, അതാണ് നമുക്ക് പാട്ടായി തോന്നുന്നത് എന്ന്. അത്രയും, അതായത് ഈ നെല്ലിക്കയല്ല, എന്താ, നെൽമണി പോലെ അത്രയും വലിപ്പമുള്ള ഈ കൊതുകിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളൊന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല അല്ലേ? അതിൻ്റെ ചിറകടിക്കുന്ന ശബ്ദമാണ് നമ്മൾ പാട്ടായി അല്ലേ, ആ ഒരു പാട്ടായി നമുക്ക് രൂപപ്പെടുന്നത്. അതിൻ്റെ ആ ചിറകടിക്കുന്ന ശബ്ദമാണ് നമുക്ക് മൂളിപ്പാട്ടായി അനുഭവപ്പെടുന്നത്. അതിൻ്റെ കയ്യിൽ കത്തിയും പിച്ചാത്തിയും ഒക്കെ ഉണ്ട് അല്ലേ? അതൊന്നും നമ്മൾ അറിയുന്നില്ല. ഇത്രയും വലിയ അന്താരാഷ്ട്ര ഭീകരർ ചെയ്യുന്നതിനേക്കാളും വലിയൊരു ജോലിയാണ്. ഇത്രയും വലിയ രാജ്യാന്തര യുദ്ധങ്ങൾ ഉണ്ടായിട്ട് കൂടി ഇത്രയും ജനങ്ങൾ മരിച്ചില്ല എന്ന്. അതിനേക്കാളും ജനങ്ങളെ കൊല്ലാൻ ആർക്ക് കഴിഞ്ഞു? നമ്മുടെ ഈ ഇത്തിരി പോന്നെ നെൽമണിയുടെ അത്രയും വലിപ്പമുള്ള ഇത്തിരി പോന്നെ ഈ കൊതുകിന് കഴിഞ്ഞു. തേനീച്ചയുടെ മുരൾ പോലെ കൊതുകുകളുടെ അതിവേഗത്തിലുള്ള ചിറകടി ശബ്ദമാണ് നമുക്ക് മൂളിപ്പാട്ടായി അനുഭവപ്പെടുന്നത്. ഒരു സെക്കൻഡിനുള്ളിൽ 1000 തവണ വരെ കൊതുകുകൾ ചിറകടിക്കാറുണ്ട്. അതാണ് നമ്മൾ ഭയങ്കര ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ശബ്ദം അല്ലേ? ഒരു സെക്കൻഡിൽ 1000 തവണയെങ്കിലും കൊതുക് ചിറകടിക്കുന്ന പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ഒട്ടും സ്റ്റോപ്പില്ലാതെ വല്ലാണ്ട് ചിറകടിക്കുന്നതുകൊണ്ടാണ് നമുക്കത് ഭയങ്കര ഒരു ഇറിറ്റേഷനായി തോന്നുന്നല്ലേ? ഒന്ന് കുറച്ച് സമയം എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒറ്റൊരു കൊതുകേ ഉണ്ടാവും ചിലപ്പോൾ അല്ലേ? ആ ഒരു കൊതുകിനെ കൊണ്ടായിരിക്കും നമ്മൾ രാവിലെ ഉറങ്ങി എഴുന്നേൽപ്പിക്കുന്നത് അല്ലേ? കുറച്ചുകൂടെ ഒന്ന് ഉറങ്ങാന്നെല്ലാം വിചാരിച്ച് അല്ലേ? സൺഡേ
ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിക്കുന്ന അലാറം ക്ലോക്ക് പോലെയാ. ഏതെങ്കിലും ഒരു ദിവസമല്ലേ നമുക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റുമോ? ഇപ്പം നിങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ സൺഡേ ശനി വരെ ഇപ്പം ക്ലാസ്സൊക്കെ ഉണ്ട്. സൺഡേ ഒന്ന് കുറച്ച് സമയം ഉറങ്ങാം. എല്ലാവർക്കും അതെ. ഇപ്പം മിസ്സിനായാലും അങ്ങനെ തന്നെ. ഞായറാഴ്ച എല്ലാവർക്കും ഒരു ഹോളിഡേ ആണ്. കുറച്ച് സമയം ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ വരും ആര്? നമ്മുടെ ഈ വില്ലാളി വീരൻ അല്ലേ? ഇതിൻ്റെ ഈ കത്തിയും പിച്ചാത്തിയും സിറിഞ്ചൊക്കെ ആയിട്ട് വരും. കുറേ ചിറകടി ശബ്ദമൊക്കെ ആയിട്ട് നമ്മളെ വല്ലാണ്ട് ദ്രോഹിക്കാൻ വേണ്ടി വരും. റിഹാൻ ഇങ്ങനെ വീഡിയോ ഓഫ് ചെയ്തുകൊണ്ടിരിക്കണ്ട. എന്തിനാ ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നേ? അതവിടെ വെച്ചാ പോരെ? അതിലെന്തിനാ ഇങ്ങനെ തൊട്ടോണ്ടിരിക്കുന്നത്? അതുകൊണ്ടല്ലേ വീഡിയോ ഓഫ് ഓൺ ആക്കുന്നേ. ബാക്കി ആർക്കും പ്രശ്നമില്ലല്ലോ. പെൺകൊതുകുകൾ വലിയ ആപൽക്കാരികളാണ്. ആഹാ, അപ്പൊ ഏറ്റവും ആപൽക്കാരികൾ ആരാ? നമ്മളെ പറയിപ്പിച്ചു അല്ലേ ഗ്രേസ്? പെൺകൊതുകുകളാണ് ഭയങ്കര ആപൽക്കാരികളല്ലോ. നമ്മൾ സാധാരണ പുരുഷന്മാരെയാ പറയുന്നല്ലേ? ഈ പുരുഷന്മാരാണ്. ആരാ പറയുന്നേ? മിസ്സിന് കേൾക്കാൻ പറ്റുന്നില്ല. എന്താ മിസ് പറഞ്ഞില്ല? പെൺകൊതുകൾ അപകടകാരികൾ എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ. അല്ല മിസ്, വേറെ പറഞ്ഞില്ല? അപകടകാരികൾ തന്നെ അതിന്റെ അർത്ഥം തന്നെ പറഞ്ഞേ, ഡേഞ്ചർന്ന്. മനസ്സിലായോ? അപകടകാരികൾ എന്ന് പറഞ്ഞാൽ ഇവരാണ് കൂടുതൽ പണിയെടുക്കുന്നത്. മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി കൂടുതൽ പണിയെടുക്കുന്നത് ആരാ? പെൺകൊതുകുകളാണ്. ഈ പെൺകൊതുകുകളാണ് ഈ വേണ്ടാത്ത സമയത്തൊക്കെ ഈ വരുന്നത്. എന്താ? ഈ സന്ധ്യ സമയത്തും പകൽ സമയത്തൊക്കെ വരുമല്ലോ ചില പെൺകൊതുകുകൾ. അവരാണ് ഈ രോഗം അധികവും മറ്റുള്ളവരുടെ ശരീരത്തിൽ നിന്ന് ഓരോരാൾക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നത്. ആൺകൊതുകുകൾ കുറച്ച് ഡീസൻ്റ് ആണെന്നാണ് പറയുന്നത്. അപകടകാരികൾ എന്ന് പറഞ്ഞാൽ അവരെയാണ് പേടിക്കേണ്ടത്. മനസ്സിലായോ? പെൺകൊതുകുകൾ ആണ് ആപൽക്കാരികൾ, അതന്നെ അപകടകാരികൾ. ഓക്കെ. ചോര കുടിക്കാനായി നമ്മെ കുത്തിത്തുളച്ച് കൊല്ലാക്കൊല ചെയ്യുന്നത് പെൺകൊതുകുകളാണ്. കണ്ടാ? ഈ പെൺകൊതുകുകളാണോലും വല്ലാണ്ട് തുളച്ചിട്ട് നമ്മളെ ചോര കുടിക്കുന്നത്. ആൺകൊതുകുകൾ ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഒന്ന് കുത്തിയിട്ട് അങ്ങ് പോവേയില്ലോന്ന്. ഈ പെൺകൊതുകുകൾ എന്താ? ആഴത്തിൽ തുളച്ച് നമ്മളെ വല്ലാണ്ട് വേദന എടുപ്പിച്ചിട്ട് രോഗവും തന്ന് നമ്മളെ ചോരയും എടുത്ത് പോകുന്നത് പെൺകൊതുകുകളാണെന്നാണ് പറയുന്നത്. പൂന്തേനും ചെടികളുടെ നീരും ഊച്ചിയെടുത്താണ് ആൺകൊതുകുകൾ വിശപ്പെടുക്കുന്നത്. കണ്ടാ? ആൺകൊതുകുകൾ എങ്ങനെയാ വിശപ്പെടുക്കുന്നേ? ചെടിയുടെ നീരും പൂന്തേനോലും. അവർക്ക് ചോരയൊന്നും വേണ്ടാന്നാ പറയുന്നത്. അത്രയും ഡീസൻ്റോ? അയ്യോ, ഭയങ്കരമായപ്പല്ലേ എഡ്വിനെ അല്ലേ? ഇത്രക്ക് വിചാരിച്ചിട്ടല്ലോ. നിങ്ങൾക്ക് അഭിമാനിക്കാം അല്ലേ? ആൺകൊതുകുകൾ വിശപ്പെടുക്കുന്നത് പൂന്തേനും ചെടികളുടെ നീരും ഊച്ചിയെടുത്താണ്. ദോഷം പറയരുതല്ലോ. പെൺകൊതുകുകൾ ചോര കുടിക്കുന്നത് മുട്ടകൾ വിരിയാൻ ആവശ്യമായ ഭക്ഷണവും പോഷണവും ലഭിക്കാനാണ്. പാവം, അധികം പറയണ്ട. എന്താ? പെൺകൊതുകൾക്ക് മുട്ടയിട്ട് പെരുകണമല്ലോ, പിന്നെയും സന്താനങ്ങൾ ഉണ്ടാക്കണ്ടേ? അപ്പോൾ അവർക്ക് അതിനുള്ള ആരോഗ്യവും ശക്തിയും കിട്ടണമെങ്കിൽ നമ്മുടെ ചോര കുടിച്ചാലേ കിട്ടൂലൂ എന്ന്. അപ്പോൾ പിന്നെ അവരെ ദോഷം പറയാനും പറ്റൂല അല്ലേ? അങ്ങനെയല്ലേ? ഭക്ഷണവും പോഷണവും ലഭിക്കാനാണ്. സ്വന്തം ഭാരത്തിൻ്റെ 3-4 ഇരട്ടി രക്തം അകത്താക്കുന്നതും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. പാവന്നെ അല്ലേ? അവർക്ക് ആൺകൊതുകൾക്ക് അവരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. പെൺകൊതുകൾക്ക് അവരുടെ മക്കളുടെ കാര്യം നോക്കണം അല്ലേ? എന്തൊക്കെ കാര്യം നോക്കണം? അവരതുകൊണ്ട് അവരുടെ ശരീരഭാരത്തിൻ്റെ 3-4 ഇരട്ടി രക്തം നമ്മളിൽ നിന്ന് ഊറ്റി കുടിക്കുന്നത് എന്തിനു വേണ്ടിയാ? അവരുടെ മക്കൾക്ക് വേണ്ടിയാണ്. പെൺകൊതുകുകളുടെ മക്കൾക്ക് വേണ്ടിയാണ്. പാവങ്ങൾ തന്നെ അല്ലേ? കുടിച്ചോട്ടെ എന്നാ. അത് നമ്മളെ ദ്രോഹിച്ചുകൊണ്ടാകരുതായിരുന്നു അല്ലേ? നമ്മളെ ഇത്രയും അത് തന്നെ. ഇനി എന്തായാലും നമ്മളിൽ നിന്ന് നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടുള്ള ഒരു എന്താ കുട്ടികൾക്കുള്ള നമ്മളെ വീട്ടിലുള്ള വേറെ എന്തെങ്കിലും ഭക്ഷണമോ എന്തെങ്കിലും നമ്മൾ തരാൻ നമ്മളിങ്ങനെ ദ്രോഹിക്കല്ലേ അല്ലേ? രോഗങ്ങൾ തരല്ലേ? വെറുതെ രക്തം ഊറ്റി കുടിച്ച് പോകുന്നതാണോ? കുഴപ്പമില്ല. ഇതെന്താ? മാരക അസുഖങ്ങളല്ലേ തരുന്നേ? ആൺകൊതുകിൻ്റെ ജീവിതം ഏറിയാൽ 7-8 ദിവസമേ ഉള്ളൂ. അയ്യോ പാവം അല്ലേ? ആൺകൊതുകിൻ്റെ ജീവിതം എത്രയാ? 7-8 ദിവസം മാത്രമേ ഉള്ളൂ. എന്നാൽ പെൺകൊതുകുകൾ 1 മാസത്തോളം ജീവിക്കുമല്ലോ.
അവിടെ അതിൻ്റെ ആ ഒരു നമ്മുടെ രക്തം ഊറ്റി കുടിക്കുന്നതിൻ്റെ മാറ്റം തന്നെയാണ്. നമ്മുടെ രക്തം കുടിച്ച് അതിന് നല്ല എനർജി ഉണ്ട്. അപ്പോൾ പെൺകൊതുകൾക്ക് 1 മാസം വരെ ജീവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആൺകൊതുകൾക്കോ 7 or 8 ദിവസം മാത്രമേ ആയുസുള്ളൂ. അതിനകം ഈ മൂളി അലങ്കാരി 3000-ഓളം മുട്ടകൾ ഇട്ടിട്ടുണ്ടാകും. കണ്ട, അവരത്രേ ജീവിക്കൂ. പക്ഷെ ഈ മൂളി അലങ്കാരി എന്തൊരു വിശേഷണാണല്ലേ. ഈ മൂളി അലങ്കാരി എത്ര മുട്ടയിട്ടിട്ടുണ്ടാവും നോക്കിയേ, 3000-ഓളം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, 1 മാസേ അവർ ജീവിക്കുന്നുള്ളൂ. അപ്പോഴത്തേക്കും 3000 മുട്ടകൾ ഇട്ട് 3000 കൊതുകളെ ആക്കിയിട്ടുണ്ടാവും. ആ കൊതുകൾ 1 മാസം നിന്ന് ആ 3000 കൊതുകും 3000 മുട്ട ഇട്ടു. ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പോൾ ആദ്യം എത്ര കുട്ടികളാവും? അങ്ങനെയാണ് കൊതുകുകൾ പെരുകുന്നത്. വേനൽക്കാലത്ത് 10 ദിവസം മതി എന്തിനും പോന്ന ഒരു കൊതുക് സമാധി കഴിഞ്ഞ് പുറത്തു വരാൻ. വേനൽക്കാലത്ത് അവർക്ക് 10 ദിവസേ ജീവിക്കാൻ പറ്റും. മന്ത്, മലമ്പനി, മഞ്ഞപ്പനി എന്നിങ്ങനെ മരണം വിതയ്ക്കുന്ന രോഗങ്ങളുടെ മൊത്ത വിതരണ കണക്കാണ് കൊതുകുകൾ എന്ന് പറയേണ്ടതില്ലല്ലോ അല്ലേ. മാരകമായ എന്തൊക്കെ അസുഖങ്ങളാ? മന്ത്, അതെല്ലാം എന്തൊരു അസുഖങ്ങളാണല്ലേ. കാലൊക്കെ നീര് വെച്ച് ഇങ്ങനെ വല്ലാണ്ട് വികൃതമായ അസുഖമല്ലേ. മലമ്പനി, മഞ്ഞപ്പനി എന്നിങ്ങനെ മരണം വിതയ്ക്കുന്ന രോഗങ്ങളുടെ മൊത്ത വിതരണ കണക്കാണ് കൊതുകുകൾ എന്ന് പറയേണ്ടതില്ലല്ലോ. കൊതുകുകൾ വിതക്കുന്ന മാരക അസുഖങ്ങളാണ് ഇതൊക്കെ. ശരീരത്തിന്റെ ചൂടും ചൂരും തിരിച്ചറിഞ്ഞാണ് കൊതുക് ഇരയെ കണ്ടെത്തുന്നത്. കണ്ട, ഓരോരാളുടെ ശരീരപ്രകൃതി അനുസരിച്ചാണോലും കൊതുക് ഇരയെ കണ്ടെത്തുന്നത്. നിശ്വാസവായുവിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് മുഖ്യ ആകർഷണ ഘടകം. നമ്മൾ നിശ്വസിക്കുമ്പോൾ ഓക്സിജൻ നമ്മൾ വലിച്ചെടുത്ത് നിശ്വാസവായു ഇല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ്, അതാണ് പോലും അതിൻ്റെ മുഖ്യ ആകർഷണ ഘടകം. അപ്പോൾ കൊതുകിന് മനസ്സിലാവും ഓരോരാളുടെ ശരീരത്തിൻ്റെ ഊഷ്മാവും അവരുടെ ശരീരത്തിൽ എനിക്ക് പ്രവേശിക്കാൻ പറ്റുമോ, ഈ ശരീരം എനിക്ക് വേണോ, ഇല്ലെങ്കിൽ വേണ്ട, അടുത്ത ആളിലേക്ക് പോകാം എന്ന് അവർ തന്നെ കണക്ക് കൂട്ടി പോകുന്നത് ഈ നിശ്വാസവായു അറിഞ്ഞാണ്. കൊതുകുതിരികൾ ചെയ്യുന്നത് ഇവൾ വരുന്ന വഴി മുടക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യും? കൊതുകുതിരി കത്തിച്ചു നോക്കും അല്ലേ, കൊതുകിനെ അകറ്റാൻ. അപ്പോൾ അവക്ക് ഇത്തിരി പേടിയുണ്ട്. അപ്പോൾ കൊതുകിനെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. കൊതുകിൻ്റെ ശരീരത്തിൽ ധാരാളം സുഷിരങ്ങളുണ്ട്. നമ്മൾ ഇതുവരെ കൊതുകിനെ പിടിച്ചു നോക്കിയില്ലല്ലോ അല്ലേ. ഒരുപാട് ധാരാളം സുഷിരങ്ങളുണ്ട് പോലും കൊതുകിൻ്റെ ശരീരത്തിൽ. തിരി കത്തുമ്പോഴുള്ള പുകയിൽ രാസവസ്തുക്കൾ കലർന്നിരിക്കും. തിരി കത്തുമ്പോഴുള്ള പുകയിൽ രാസവസ്തുക്കൾ കലർന്ന്, അതായത് നമ്മൾ കൊതുക് തിരി കത്തിക്കുമ്പോൾ ആ പുകയിൽ രാസവസ്തുക്കൾ ഉണ്ടാവും. അപ്പോൾ ഈ കൊതുകിൻ്റെ ശരീരത്തിലുള്ള ധാരാളം സുഷിരങ്ങളിലൂടെ ഈ രാസവസ്തുക്കൾ പ്രവേശിക്കും. അങ്ങനെയാണ് കൊതുക് ചാകുന്നത് അല്ലേ. ഈ കണികകൾ സുഷിരങ്ങളിൽ പറ്റിപ്പിടിക്കും. പിന്നെ ഈർപ്പവും ഗന്ധവും ചൂടും കൊതുകിന് മനസ്സിലാവാതെ വരുന്നു. പിന്നെ ഇതിനൊന്നും മനസ്സിലാവാതാവും. ഇത് ശരീരത്തിൽ അങ്ങ് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിന് ഈർപ്പവും തിരിയില്ല, ചൂടും തിരിയില്ല, ഗന്ധവും തിരിയില്ല, ഒന്നും തിരിയില്ല അല്ലേ. ശാസ്ത്രം സംഭാവന ചെയ്ത ഈ രക്ഷയുമായി നമ്മൾ ഉറങ്ങുമ്പോൾ, അതായത് നമ്മൾ ഇതൊക്കെ സെറ്റപ്പാക്കി നമ്മൾ ഉറങ്ങും അല്ലേ. ശാസ്ത്രം സംഭാവന ചെയ്ത ഈ രക്ഷയുമായി നമ്മൾ ഉറങ്ങുമ്പോൾ മുറിയിലെങ്ങാൻ കയറി വന്നാൽ ഇവൾ ഉടൻ പറവറക്കും. നമ്മളിതൊക്കെ വെച്ച് കിടന്നുറങ്ങിയാൽ ഒരു കൊതുക് ഇപ്പം നമ്മളെ ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് കാണുമ്പോൾ ഇവൾ എന്ത് ചെയ്യും? ജീവനം കൊണ്ട് രക്ഷപ്പെടും. എന്ത് വിചാരിച്ചാൽ അവിടെ പോയി കഴിഞ്ഞ് ഇതിൻ്റെ അന്ത്യമാണെന്ന് അതിന് മനസ്സിലാവും അല്ലേ. മുറിയിലെങ്ങാൻ കയറി വന്നാൽ ഇവൾ ഉടൻ പറവറക്കും. ചിറകിലൊരു മഞ്ഞപ്പനിയുടെ മൂളിപ്പാട്ടുമായി, തലയിലൊരു മാരക രോഗം പകർത്തും സൂചിയുമായി. അടുത്ത സ്ഥലത്തേക്ക് പോകും അല്ലേ. ചിറകിലൊരു മഞ്ഞപ്പനിയുടെ മൂളിപ്പാട്ടായി അല്ലേ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുമായി പാട്ട് അറിയില്ലേ? ഓക്കെ. അപ്പോൾ ചിറകിലൊരു മഞ്ഞപ്പനിയുടെ മൂളിപ്പാട്ടുമായി തലയിലൊരു മാരക രോഗം പകർത്തും സൂചിയുമായി അടുത്ത വീട്ടിലേക്ക് പോകും. ആര്? കൊതുക്. അടുത്ത വീട്ടിൽ കൊതുക് തിരി കത്തിച്ചു വെച്ചില്ലെങ്കിൽ പോകാലോ അല്ലേ. അപ്പോൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? കൊതുക് തിരി കത്തിച്ചു വെച്ച് നമ്മുടെ കൊതുകിനെ നമുക്ക് അകറ്റാം. ഒരു പരിധിവരെ രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാം. മൂളി മുരണ്ടു വരുന്നല്ലോ മൂളിയലങ്കാരി, മന്തും പനിയും വിൽക്കാനെത്തിയ മൂളിയലങ്കാരി, ഇവളെ അകത്തു കയറ്റി പോയാൽ വീട് മുടിഞ്ഞിടും, ഇവൾക്കു താവളമേകിപ്പോയാൽ നാട് മുടിഞ്ഞിടും. ശരി തന്നെയല്ലേ. മൂളി മുരണ്ടു വരുന്നൊരു മൂളിയലങ്കാരി, മന്തും പനിയും വിൽക്കാൻ, അതാ നേരത്തെ പറഞ്ഞേ അല്ലേ, രോഗങ്ങൾ വിൽക്കാൻ, മന്തും പനിയും ഒക്കെ വിൽക്കാൻ
വരും. ആര്? ഈ മൂളി അലങ്കാരി. ഇവളെ അകത്ത് കയറ്റിയാലോ വീടെന്നെ മുടിഞ്ഞിടും അല്ലേ? ഒരാൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് പകർന്ന് വീട്ടിലുള്ളവർക്കൊക്കെ വരും, വീട് തന്നെ മുടിയും അല്ലേ? ഒരുപാട് പൈസ കൊണ്ട് ചികിത്സിച്ചാലും ചിലപ്പോൾ ആളെയും കിട്ടില്ല, മരണമായിരിക്കും. വീട് തന്നെ മുടിഞ്ഞില്ലേ? ഇവൾക്കു താവളം ഏകിപ്പോയാൽ നാടും മുടിഞ്ഞു അല്ലേ? ഇപ്പോൾ ഇവിടെയൊക്കെ വേസ്റ്റ് കൂനം കൂട്ടി വെക്കും. അപ്പോൾ നാട്ടിൽ തന്നെ ആ ഒരു അവിടെയാണ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നത് അല്ലേ? ചീഞ്ഞ് അളിഞ്ഞ വസ്തുക്കളിലും റോഡ് സൈഡിലൊക്കെ വേസ്റ്റൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെയും, നമ്മുടെ വീടുകളിലായാലും ചിരട്ടയും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മഴക്കാലം ആകുമ്പോൾ അതൊക്കെ കമഴ്ത്തി വെക്കുക. കൊതുകിന് മുട്ടയിടാൻ അതൊക്കെയാണ് നല്ല പ്ലേസ് അല്ലേ? അഴുക്ക് ചാലുകളും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആണ് കൊതുകിൻ്റെ നല്ല വാസസ്ഥലം. റുവൈസ് ഇപ്പോൾ കയറിയ എത്രയോ മോനെ? റുവൈസ് എന്താ ഇത്ര ലേറ്റ് ആയത്? കേറാനേ പറ്റുന്നുണ്ടായിട്ടാ, നെറ്റുകാരെ വിളിച്ചിട്ട് ശരിയാക്കിയതാണ്. ആണോ? ഓക്കെ. എല്ലാവരും അറ്റൻഡൻസ് ടൈപ്പ് ചെയ്തു? അറ്റൻഡൻസ് മാർക്ക് ചെയ്തോ മക്കളെ? ആരും ഒന്നും പറയുന്നില്ലല്ലോ. മിസ് എന്നെടുത്തില്ല. ഞാൻ ചോദിക്കാം, ഏബൽ ബിനോയ് ഉണ്ട്, ഏഞ്ചൽ ഇല്ല അല്ലേ? ഏഞ്ചൽ ഇല്ലല്ലോ, ആബ്സെന്റ്. അതുലുണ്ടോ? യെസ് ഓർത്തു. അതുലിനെ എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. എന്താ എനിക്ക് കാണാത്തെ? ഓക്കെ. അതുൽ, ആവണി സന്തോഷ്, എഡ്വിൻ തോമസ് യെസ്, ഹന്ന റോസ് ഉണ്ട്, ജോസി ഉണ്ട്, ലക്ഷ്മിപ്രിയ ഉണ്ട്, റുവൈസ് ഇപ്പോൾ വന്നു, മുഹമ്മദ് ഉണ്ട്, റിഹാൻ, സായി കൃഷ്ണ, ഷഹാന ഷെറിൻ ഉണ്ടോ? ആബ്സെന്റ് അല്ലേ? ഷിസ ഉണ്ട്, സനയുണ്ട്. ഓ അത് ഞാൻ പറഞ്ഞു. അപ്പോ ഷഹാന ഷെറിനാണ് ആബ്സെന്റ് അല്ലേ? ഷഹാന, ബാക്കി എല്ലാവരും പ്രസന്റ് അല്ലേ? ഓക്കെ. യെസ്, 4 മിനിറ്റും കൂടി ഉണ്ട് നമുക്ക്. റുവൈസ് ഒന്ന് വായിച്ചേ, പാഠം വായിച്ചേ. നമ്മളിപ്പോൾ പുതിയ ചാപ്റ്ററാണ് എടുത്തത്, പേജ് നമ്പർ 51. വിൽക്കാനുണ്ട് രോഗങ്ങൾ. ക്ലാസ് വൃത്തി കേൾക്കണം, യൂട്യൂബിൽ ലിങ്ക് ക്ലാസ് കേൾക്കണം. റുവൈസ് ഇപ്പം ഒന്ന് വായിച്ചേ മോൻ. റുവൈസ് അൺമ്യൂട്ട് ആക്കാൻ പറ്റുന്നില്ല. എഡ്വിൻ വായിച്ച മോനെ. പാഠം 12. വിൽക്കാനുണ്ട് രോഗങ്ങൾ. സന്ധ്യാദീപങ്ങൾ പ്രകാശിച്ചു തുടങ്ങിയപ്പോഴാണ് അയാൾ ആ വീട്ടിലെത്തിയത്. അപ്പോൾ ഗൃഹനാഥ കതക് തുറന്നിട്ട് പറഞ്ഞു, വേഗം അകത്തു കയറൂ അമ്മാവ. എന്താ മോളെ കുഴപ്പം? അയാൾ അമ്പരപ്പെട്ട് ചോദിച്ചു. വാതിലടച്ച് ജനൽ കർട്ടനുകൾ വലിച്ചിട്ടുകൊണ്ട് ആ വീട്ടമ്മ മറുപടി നൽകി. ഹോ, ഒന്നും പറയേണ്ട അമ്മാവ. ഇവിടെ മുഴുവൻ കൊതുകുകളാ, കുത്തിക്കൊല്ലുന്ന കൊതുകുകൾ. കൊതുകു ശല്യം ഇന്ന് എവിടെയും ഒരു ചർച്ചാ വിഷയമാണ്. പട്ടണങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിലും സന്ധ്യ മയങ്ങുന്നതോടെ കൊതുകു പട്ടാളത്തിന്റെ പടയോട്ടം ആരംഭിക്കുകയായി. കൊതുകുകൾ ഭൂമിയിൽ നിവസിക്കാൻ തുടങ്ങിയിട്ട് 3 കോടി വർഷങ്ങളായി എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ചെറിയൊരു നെൽമണിയുടെ വലിപ്പം പോലും ഇല്ലെങ്കിലും മാരക രോഗാണുക്കളെ വഹിക്കുന്ന ഭീകരപ്രവർത്തനമാണ് കൊതുകുകൾ ചെയ്യുന്നത്. രക്തക്കൊതി തീർക്കുന്നതിനിടയിൽ ഈ അണുക്കളെ അവ മനുഷ്യനിലേക്ക് കടത്തിവിടുന്നു. ചരിത്രത്തിലെ എല്ലാ യുദ്ധങ്ങളിലും കൂടി ഇതുവരെ മരിച്ചിട്ടുള്ളവരിൽ
ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ കൊതുക് ശല്യം കൊണ്ട് മരിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. സ്വന്തം ശരീരം. ഓക്കെ ഓക്കെ ജോസി വായിച്ച ബാക്കി ഒരു പാരഗ്രാഫ്. നടക്കൂല, ക്ലാസ് കട്ടാവും മോളെ. ജോസി ക്ലാസ് ഇപ്പൊ കട്ടാവും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ എല്ലാരെ കൊണ്ടും വായിപ്പിക്കാം. മുഹമ്മദ് റുവൈസ് അടുത്ത ക്ലാസ്സിലേക്ക് വായിച്ചു വരണം. ഓക്കെ ഓക്കെ, ബൈ ഡിയേഴ്സ്. താങ്ക് യു മിസ്. ഓക്കെ, വെൽക്കം. എല്ലാരും പോയി ഫുഡൊക്കെ കഴിച്ചു. ഇന്ന് ക്ലാസ് കഴിഞ്ഞില്ല? ഒരു ക്ലാസ് ഇല്ലല്ലോ? ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. ക്ലാസ് ഉണ്ട്.